ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 6 വരെയും 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ് തിരുസഭ ഇന്ന് വചന വിചിന്തനത്തിനായി നൽകിയിരിക്കുന്നത്. ഈശോ സുവിശേഷത്തിൽ പറയുകയാണ്, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിങ്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ ലഭിക്കുവാൻ കപടനാട്യക്കാർ സിനഗോഗുകളിലും തെരുവീഥികളിലും ചെയ്യുന്നതുപോലെ നീ ചെയ്യരുത്. ഭിക്ഷ കൊടുക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഉപവസിക്കുമ്പോഴും രഹസ്യത്തിലാണ് ചെയ്യേണ്ടത്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നവരെ ഈശോ കപടനാട്യക്കാരെന്നാണ് വിളിക്കുന്നത്. കപടത ദൈവം വെറുക്കുന്ന കാര്യങ്ങളിലൊന്നാണ്. സങ്കീർത്തന പുസ്തകം 73-ാം അധ്യായം 27-ാം വാക്യം ഇപ്രകാരമാണ് പറയുന്നത്: അങ്ങയോട് കാപട്യം കാണിക്കുന്നവർ നശിച്ചു പോകും. അതായത് പ്രാർത്ഥന, ഉപവാസം, ദാനധർമ്മം, മറ്റ് വിശുദ്ധ കാര്യങ്ങൾ എന്നിങ്ങനെയുള്ള ദൈവിക കാര്യങ്ങളിൽ കാപട്യം കാണിച്ചാൽ നാശമായിരിക്കും ഫലം. ഇതിന് ഒരു ഉത്തമ ഉദാഹരണം അപ്പോസ്തല പ്രവർത്തനങ്ങൾ 5-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. ദൈവിക കാര്യങ്ങളിൽ കാപട്യം കാണിക്കുന്ന അനനിയാസിൻ്റെയും സഫീറയുടെയും അനുഭവമാണ് അവിടെ വിവരിച്ചിരിക്കുന്നത്. സംഭവം ഇപ്രകാരമാണ്: ആദിമ ക്രൈസ്തവ സമൂഹം വളർന്നുകൊണ്ടിരിക്കുന്നു. വിശ്വാസികളെല്ലാവരും തങ്ങളുടെ സ്വത്തെല്ലാം വിറ്റ് പണം അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവന്ന് വയ്ക്കുകയാണ്. ആ സമയത്ത് അനനിയാസ് സഫീറ ദമ്പതികൾ തങ്ങളുടെ പറമ്പ് വിറ്റു. എന്നിട്ട് അനനിയാസ് തൻ്റെ ഭാര്യയുടെ അറിവോടെ വിലയുടെ ഒരു ഭാഗം മാറ്റിവെച്ചു. എന്നിട്ട് കാപട്യം കാണിച്ചുകൊണ്ട് ബാക്കി തുക അപ്പോസ്തലന്മാരുടെ കാൽക്കൽ സമർപ്പിച്ചു. പത്രോസ് ആ സമയത്ത് അവനോട് പറയുന്നത്, നീ വ്യാജം പറഞ്ഞത് മനുഷ്യനോടല്ല ദൈവത്തോടാണ് എന്നാണ്. ഉടനെ തന്നെ അനനിയാസ് മരിച്ചു വീഴുന്നു. ഭർത്താവ് മരിച്ചതറിയാതെ ഭാര്യ പുറകെ വരുന്നു. ഭാര്യയായ സഫീറായും അതേ കാപട്യത്തിൽ തന്നെ പത്രോസിന്റെ മുമ്പിൽ ഉറച്ചു നിൽക്കുന്നു. അവളും മരിച്ചു വീഴുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളും ഈ കാപട്യം അല്ലെങ്കിൽ ഷോ കാണിക്കൽ പല സ്ഥലത്തും പല രീതിയിലും നടത്താറുണ്ട്. ഏതെങ്കിലും ഒരു നല്ല പ്രവൃത്തി ചെയ്താൽ അവിടെ ചെണ്ട കൊട്ടപ്പെടണം, 4 ആൾ കാണണം, ഫോട്ടോ എടുക്കണം, പത്രത്തിലും TV-യിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ അത് വാർത്തയായി എല്ലാവരും അറിയണം എന്ന് ചിന്തിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് പലരും. ഈശോ പറയുന്നു, കാപട്യം വേണ്ട, ഷോ വേണ്ട, രഹസ്യത്തിൽ അതെല്ലാം ചെയ്യുക. കാപട്യം കാണിക്കുന്നവർക്ക് പ്രതിഫലം ജനങ്ങളുടെ പ്രശംസ മാത്രമാണ്. അത് പുക പോലെ മാഞ്ഞുപോകും. ആത്മാർത്ഥതയുള്ളവർക്ക് മഹത്വവും പ്രതിഫലവും നൽകുക ദൈവമാണ്. അത് നിത്യം നിലനിൽക്കുന്നതായിരിക്കും.